നീറ്റ് പരീക്ഷ നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് നടത്തിയത്. അത് ഒരുവിധം ഭംഗിയായി പരീക്ഷ നീറ്റായി നടത്തി. പക്ഷേ ആശങ്ക ഇപ്പോഴും ഒഴിയുന്നില്ല. ഒന്നാം ഘട്ടത്തിൽ നീറ്റ് പരീക്ഷ നടത്തി ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു പോയി എന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്കാണ് രണ്ടാമതും പരീക്ഷ എഴുതേണ്ടി വന്നത്. നീറ്റിൻ്റെ UG പരീക്ഷ രാജ്യത്ത് 20 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾ എഴുതിയതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. 22.79 ലക്ഷം വിദ്യാർത്ഥികളാണ് പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിരുന്നത്. മെയ് 3 നടത്തിയ 22 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾ എഴുതിയിരുന്നു. ചോർന്നുള്ള പുനഃപരീക്ഷയിൽ 2 ലക്ഷം പേർ കുറഞ്ഞാണ് എഴുതിയത്. ഇതിനിടയിൽ തന്നെ വിവിധ നഗരങ്ങളിൽ നടന്ന പ്രതിഷേധത്തിൻ്റെ ഭാഗമായി കുറേയധികം കുട്ടികൾക്ക് എഴുതാനും കഴിഞ്ഞില്ല. അതിൻ്റെ പ്രശ്നവുമുണ്ട്. അപ്പോൾ 22 ലക്ഷമാണ് നേരത്തെ രജിസ്റ്റർ ചെയ്തത്. 2 ലക്ഷം കുട്ടികൾ അതിൻ്റെ സങ്കടത്തിൽ പിന്നെ എഴുതിയില്ല. ഇതൊക്കെ ആര് കണക്ക് പറയും? ഇന്ത്യ മഹാരാജ്യത്ത് ഏതെങ്കിലും കുറേ ഉദ്യോഗസ്ഥന്മാരുടെയോ രാഷ്ട്രീയ നേതാക്കളുടെയോ കൈയിട്ട് വാരലിനും അഴിമതിക്കുമൊക്കെ നിന്ന് കൊടുത്തിട്ട് നമ്മുടെ രാഷ്ട്രത്തിലെ 2.5 ലക്ഷം വരുന്ന കുട്ടികളുടെ ഭാവി, എഴുതാതെ പോയ കുട്ടികളുടെ ഭാവി ആരാണ് കണക്ക് പറയുന്നത്? എന്ത് ജനാധിപത്യമാണ് ഇവിടെ ഉള്ളത്? 551 നഗരങ്ങളിലായി 5440 കേന്ദ്രങ്ങളിലും രാജ്യത്തിന് പുറത്തെ 14 കേന്ദ്രങ്ങളിലും വിജയകരമായ പരീക്ഷ നടന്നെന്നും പരാതികൾ ഉണ്ടായിട്ടില്ലെന്നും NTA അറിയിച്ചു. 1.38 ലക്ഷം CCTV ക്യാമറകളും 51,311 ജാമറുകളും സ്ഥാപിച്ചിരുന്നു. ഈ മൊബൈൽ ജാമറുകൾ സ്ഥാപിച്ചിരുന്നു. കൽക്കട്ടയിൽ നിന്ന് ഡൽഹിക്ക് ഉച്ചയ്ക്ക് 1:15 വിമാനം ഇറങ്ങിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരീക്ഷയ്ക്ക് മുമ്പ് ഗതാഗത തടസ്സമുണ്ടാകാതിരിക്കാൻ വിമാനത്താവളത്തിൽ തന്നെ നിന്നും വസതിയിലേക്കുള്ള യാത്ര അല്പസമയം നീട്ടിവെച്ചും വാർത്തയുണ്ടായിരുന്നു. പക്ഷേ ഒരു പ്രശ്നമുള്ളത്, നേരത്തെ നടത്തിയ പരീക്ഷ ലളിതമായിരുന്നു, ഇത് വളരെ കഠിനമായിരുന്നു. ഉയർന്ന നിലവാരമുള്ള ഫിസിക്സ് ചോദ്യങ്ങൾ കെമിസ്ട്രിയും ബയോളജിയും റദ്ദാക്കിയ നീറ്റ് പരീക്ഷയേക്കാൾ കുറച്ചുകൂടി കഠിനമായിരുന്നു. ഇന്നലെ നടന്ന നീറ്റ് പുനഃപരീക്ഷയെ ഇങ്ങനെ ചുരുക്കി പറയാം. അറിയാവുന്ന ആശയങ്ങളാണെങ്കിലും ചോദ്യരീതി മാറിയതുകൊണ്ട് വിദ്യാർത്ഥികളെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു. +1, +2 ഭാഗങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ ഏതാണ്ട് തുല്യമായിട്ടാണ് വന്നത്. നീളമേറിയ ഫിസിക്സ് ചോദ്യങ്ങൾ വായിച്ചു പൂർത്തിയാക്കാൻ തന്നെ സമയമെടുത്തു. ചിലർക്ക് എഴുതി പൂർത്തിയാക്കാനും ആയില്ല. കണക്ക് കൂട്ടലുകൾ ആവശ്യമായ ചോദ്യങ്ങളും ഗ്രാഫ് ഡയഗ്രാം അടിസ്ഥാനത്തിൽ ചോദ്യങ്ങൾ ഫിസിക്സിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നു. ശരാശരി ഉയർന്ന നിലവാരമുള്ള ചോദ്യങ്ങളാണ് കെമിസ്ട്രിയിൽ നിന്നുണ്ടായിരുന്നത്. മുമ്പുണ്ടായിരുന്ന തരത്തിലുള്ള ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. ഫിസിക്കൽ കെമിസ്ട്രി ചോദ്യങ്ങൾ കഠിനമായിരുന്നുവെന്നാണ് അഭിപ്രായം. കോർഡിനേഷൻ കോമ്പൗണ്ടുകളിൽ നിന്നും താരതമ്യേന കൂടുതൽ ചോദ്യങ്ങളും ഉണ്ടായി. ബയോളജി താരതമ്യേന എളുപ്പമായിരുന്നു, എങ്കിലും നിലവാരം പുലർത്തുന്ന നല്ല ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. അപകടത്തിൽ സാരമായി പരിക്കേറ്റ ദുബൈ എന്ന വിദ്യാർത്ഥിക്ക് പരീക്ഷ എഴുതാൻ NTA പ്രത്യേക സംവിധാനം ഒരുക്കിയതായി അധികൃതർ പറഞ്ഞു. ബംഗാളിലെ ദഖൂരിയിലാണ് സൃഷ്ടി പരീക്ഷ എഴുതാൻ തമിഴ്നാട്ടിലെ ഹൊസൂരിൽ ഇന്നലെ പരീക്ഷ എഴുതിയത്. തമിഴ്നാട്ടിലെ ഹൊസൂരിൽ ഇന്നലെയും ഒരു വിദ്യാർത്ഥി ഇതിൻ്റെ പേരിൽ ജീവനൊടുക്കിയിട്ടുണ്ട്. 1 മാസമായി ഉറങ്ങിയിട്ടില്ലെന്നും ജയിക്കുമോ എന്ന ഉറപ്പില്ലാത്തതും കൊണ്ടാണ് എന്ന കുറിപ്പ് എഴുതി വച്ചിട്ട് മരിച്ച വെട്രിയാനന്ദം 20 വയസ്സ് എന്ന വിദ്യാർത്ഥി മുറിയിൽ നിന്നും കണ്ടെത്തി. 3 വർഷമായി നീറ്റിന് പരിശീലനം നടത്തുകയായിരുന്നു. സങ്കടകരമാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ രാജ്യത്ത് ഒരുപാട് കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു. നേരത്തെയും 2 കുട്ടികൾ ആത്മഹത്യ ചെയ്തു പരീക്ഷ മാറ്റിവെച്ചപ്പോൾ. പിന്നെ അതുപോലെ പാൻസിൻ്റെ സ്ലിപ്പ് ലോഹമാണെന്ന കാരണം പറഞ്ഞ് വിദ്യാർത്ഥി നീറ്റ് പരീക്ഷാ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചില്ല. അതിപ്പോൾ അതിൻ്റെ സിബ് ലോകമായാൽ സിബിൽ വല്ലതും ചെയ്യാൻ പറ്റൂ. തുടർന്ന് സമീപത്തെ കടയിൽ നിന്ന് ട്രാക്ക് പാൻസ് വാങ്ങി ധരിച്ച് വിദ്യാർത്ഥി വീണ്ടും പരീക്ഷയ്ക്കെത്തി. പുതുപ്പള്ളി സെൻറ്റ് ജോർജ് ഗവൺമെൻറ് VHSലായിരുന്നു സംഭവം. ഹാൾ ടിക്കറ്റിലെ റോൾ നമ്പർ മുകളിൽ പരീക്ഷാ നടത്തിപ്പുകാർ നീറ്റ് 2021 സ്റ്റിക്കർ പതിച്ചതും ഈ വിദ്യാർത്ഥിക്ക് വിനയായി. ഉത്തരക്കടലാസിൽ ഈ റോൾ നമ്പർ എഴുതേണ്ടതാണ്. സ്റ്റിക്കറിൽ മൂലം റോൾ നമ്പർ കാണാൻ പറ്റാതെ വന്നു. തുടർന്ന് മേലുദ്യോഗസ്ഥനെ വിവരം ധരിപ്പിച്ചതോടെ സ്റ്റിക്കർ പതിപ്പിച്ചവരെ കൊണ്ട് തന്നെ ഇത് നീക്കം ചെയ്യിച്ചു. ഗേറ്റിലെ ഹാൾ ടിക്കറ്റ് പരിശോധന മുതൽ അധികൃതരുടെ നടപടികൾ കടുപ്പമായിരുന്നുവെന്നും വിദ്യാർത്ഥികളും മാതാപിതാക്കളും പറഞ്ഞു. അപ്പോൾ ജയിലിൽ പിടിച്ചിടും പോലത്തെ ഒരു പരീക്ഷ, അത് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ച, എന്തിനാണ് ഇങ്ങനെ സംവിധാനം? വിജയ് പറയും പോലെ അതാത് സംസ്ഥാനത്തിൽ ഈ പരീക്ഷകൾ നടക്കട്ടെ, ആ സംസ്ഥാനത്തിൽ നടക്കുന്നതനുസരിച്ച് കുട്ടികൾ പരീക്ഷ എഴുതട്ടെ. ആ കുട്ടികൾ അല്ലെങ്കിൽ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കുക. ഇതൊക്കെ ചെയ്യുന്നതിന് പകരം ഈ നാഷണൽ ലെവലിലുള്ള ടെസ്റ്റ് നടത്തി ഇന്ത്യ മഹാരാജ്യത്തെ 20 ലക്ഷം കുട്ടികൾ 22 ലക്ഷം കുട്ടികൾ ആദ്യം എഴുതി. അത് പിന്നെ 20 ലക്ഷം കുട്ടികളാകുന്നു, 2 ലക്ഷം കുട്ടികൾ പിന്നെ എഴുതാതാവുന്നു. എന്തിനാണ് ഈ ജഗപുകയൊക്കെ നടത്തുന്നത്? നേരത്തെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പരീക്ഷയൊക്കെ നടന്നത്. മാത്രമല്ല എൻട്രൻസ് കോച്ചിങ് എന്തോരം കോടിക്കണക്കിന് രൂപയാണ് എൻട്രൻസ് കോച്ചിങ്ങുകാരുണ്ടാക്കുന്നത്, പുസ്തകക്കാരുണ്ടാക്കുന്നത്, ഗൈഡുകാരുണ്ടാക്കുന്നത്. എന്തിനാണ് ഈ ജഗപുക? പരീക്ഷയ്ക്ക് ജയിച്ചതിന് ശേഷം, അവർ നല്ല മാർക്ക് വാങ്ങി ജയിച്ചതിന് ശേഷം പിന്നെയും ഒരു പരീക്ഷ നടത്തേണ്ട
ഒരു കാര്യവുമില്ല. അങ്ങനെയാണ് ആ എക്സാമെങ്കിൽ അത് തീർച്ചയായിട്ടും ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് അതായത് നമ്മുടെ ഈ പരീക്ഷയുടെ കൂടെ ഒരു പേപ്പർ അങ്ങാനും അഡീഷണലായിട്ട് എഴുതി എന്നതിനെക്കുറിച്ച് വല്ലതും ചിന്തിപ്പിക്കാതെ ഇതൊരു വല്ലാത്ത പരീക്ഷയാണ്. പരീക്ഷ തന്നെ ഒരു പരീക്ഷയാകുമ്പോൾ കുട്ടികൾ വലിയ ദുഃഖത്തിലാണ്. നിരവധി കുട്ടികളാണ് നീറ്റ് പരീക്ഷയുടെ പേരിൽ രാജ്യത്ത് മരിച്ചത്, ആത്മഹത്യ ചെയ്തത്. ഇപ്പോഴത്തെ പരീക്ഷ കഴിഞ്ഞതിനേക്കാൾ പ്രയാസമായിരുന്നു എന്ന് പറയുമ്പോൾ ഈ കഴിഞ്ഞ പരീക്ഷ നന്നായി എഴുതിയ കുട്ടികൾ ഈ പരീക്ഷ കിട്ടാതെ വരുമ്പോൾ ഇനി എത്ര ജീവനുകളാണ് ഇവിടെ ആത്മഹത്യയ്ക്കും സ്വയം മരിക്കുവാനുമൊക്കെ തയ്യാറായിരിക്കുന്നതെന്നും നമുക്കറിയില്ല. ഇതെല്ലാം ഒരു വലിയ ഇന്ത്യ പോലുള്ള ഒരു വിശാലമായ രാജ്യത്ത് ഇത്രയും വിപുലമായ ഒരു എക്സാം ആവശ്യമുണ്ടോ എന്നുള്ളത്, അല്ലെങ്കിൽ 2-3 റീജിയണായിട്ടൊക്കെ പല സീസണിൽ നടത്തുന്നതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയും ഇതൊരു വല്ലാത്ത പരീക്ഷയാണ്. ഈ പരീക്ഷ തന്നെ ഒരു വലിയ പരീക്ഷണമാണ്.